അപ്പോൾ ഗൈസ് നമുക്കിന്ന് ക്ലീനിങ്ങിന് കിട്ടിയ ഒരു ഹോട്ടലിൻ്റെ ക്ലീനിങ് സർവീസ്. ഗൈസ് ഇനി നിങ്ങൾക്ക് നല്ല പച്ചക്കറി കൂട്ടിയിട്ട് ഗൈസ് കാസർഗോഡ് ഒരു വെജിറ്റേറിയൻ ഹോട്ടലില്ലല്ലോ, നല്ലൊരു വെജിറ്റേറിയൻ ഹോട്ടൽ. അപ്പോൾ ഇതൊരു പുതിയൊരു ഹോട്ടൽ, പച്ചക്കറി ഹോട്ടൽ, പ്യൂർ വെജിറ്റേറിയൻ ഹോട്ടൽ. നിങ്ങൾക്ക് ഇങ്ങോട്ട് പോകുന്ന വഴിക്ക് ഭക്ഷണം കഴിക്കണം തോന്നിയെങ്കിൽ, നല്ല പ്യൂർ വെജിറ്റേറിയൻ ഭക്ഷണം കഴിക്കണം തോന്നിയെങ്കിൽ ഇങ്ങോട്ടേക്ക് വരാം. വിദ്യാനഗർ പെട്രോൾ പമ്പിൻ്റെ കുറച്ച് ഇപ്പുറത്ത് തന്നെ ഉള്ളത്. നമുക്കിന്ന് ഈ ഹോട്ടലിലെ ക്ലീനിങ് ആണ് ഇന്നത്തെ ജോലി. ഈ ഹോട്ടലൊന്ന് ക്ലീൻ ആക്കാനുണ്ട്, ക്ലീൻ ആക്കി കൊടുക്കാനുണ്ട്. ക്ലീൻ ആക്കാൻ വേണ്ടി അവർ ഞങ്ങളെ സമീപിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങളതിനെ ക്ലീൻ ആക്കി കൊടുക്കണം. തല നമുക്കിതെല്ലാം ക്ലീൻ ആക്കാനുണ്ട്. മൊത്തം ക്ലീൻ ആക്കിയിട്ട് പ്യൂർ വെജിറ്റേറിയൻ ഹോട്ടലിനെ പ്യൂർ ക്ലീൻ ആക്കിയിട്ട് കൊടുക്കണം. ഇതെല്ലാം ഒന്ന് ക്ലീൻ ആക്കി ഒതുക്കി അടിപൊളിയായി ക്ലീൻ ആയിട്ട്, ഇതെല്ലാം ബ്ലോക്ക് ആയിട്ടുണ്ടെന്ന് പറഞ്ഞതെല്ലാം ക്ലീൻ ആക്കി കൊടുക്കണം. ഇത് കണ്ട് മേലെല്ലാം കണ്ട് ചിലന്തി കാലെല്ലാം പൊടിച്ചിട്ടുണ്ടാവും. കുറേ സമയം പൂട്ടിക്കിടന്ന ഹോട്ടലിത്. ഈ ഫ്രിഡ്ജെല്ലാം ഇത് വൃത്തിയാവുന്ന അറിയില്ല, എന്നാലും വൃത്തിയാക്കി കൊടുക്കാം. പിന്നെ മുകളിലൊക്കെ അവർ ഷീറ്റ് വിരിച്ചിട്ട് വൃത്തിയാക്കിക്കോളും. അങ്ങനെ ഒരു ഫ്രിഡ്ജ് ഉണ്ട് ഇവിടെ, കണ്ടില്ലേ? ഇതെല്ലാം ഇത് ക്ലോസ് ആവുന്നില്ല. ഇതിൽ പോയ ഫ്രിഡ്ജാണെന്ന് പറഞ്ഞാൽ ഇത് പോയിനാ, എന്നിട്ട് ക്ലോസ് ആവുന്നില്ല. ഗായ്സ് ഇതിലെ ചാടൻ്റെ ഫ്രിഡ്ജാണെന്ന് പറയുന്നു ഗായ്സ് നമ്മുടെ ഉണ്ണേട്ടൻ. അപ്പോൾ ഗായ്സ് ഇത് അയ്യോ ഇതിനകത്തുള്ളൊക്കെ വരുന്നില്ല എൻ്റെ അമ്മ. ഇതെല്ലാം ഒന്ന് ക്ലീനാക്കി കൊടുക്കണം. കൂറ എല്ലാം കൂട് വെച്ചിട്ട് മൺകൂടങ്ങൾ കുറേ ഉണ്ട്. ഇതെല്ലാം ക്ലീനാക്കിയിട്ട് ഞങ്ങൾക്ക് വെച്ച് കൊടുക്കാം. ഗായ്സ് ഞാൻ ടാപ്പ് കൊടുത്തിട്ടുണ്ട് ഗായ്സ്. ഇതെല്ലാം ഒന്ന് ആദ്യം കവറാക്കണം അല്ലേ, ഇല്ലെങ്കിൽ അജിക്ക് നീരിനായി കയറും ഗായ്സ്. എന്താ വെച്ചെങ്കിൽ അത് വെള്ളം കയറും, വെള്ളം കയറിയെങ്കിൽ നീരിനായി കയറും ഗായ്സ്. അതുകൊണ്ടെല്ലാം ആദ്യം ഒന്ന് ടാപ്പ് വെച്ച് ഒട്ടിച്ചിട്ട് വെള്ളം കയറാത്ത പോലെ സൂക്ഷിക്കണം. അല്ലെങ്കിൽ നമുക്ക് ജീവിക്കാം, ഇല്ലെങ്കിൽ നമ്മളെ കറണ്ട് കൊണ്ടുപോകും. അജിക്ക് നീരിനായി കയറും ഗായ്സ്. ഓക്കെ, ഞാൻ ഈ ഹോട്ടൽ വരുന്ന ലൊക്കേഷൻ ഒന്ന് കാണിച്ചു തരാം. ഇത് വിദ്യാനഗർ ജംഗ്ഷന്. വിദ്യാനഗർ ജംഗ്ഷനിൽ നിന്ന് പെട്രോൾ പമ്പ് കഴിഞ്ഞ് കുറച്ച് ഇപ്പുറത്തായിട്ട് വരുന്നത് ഹോട്ടൽ. പണി തുറന്നുണ്ടാകുമ്പോഴൊക്കെ വീഡിയോ എടുത്താൽ എല്ലാം കാണിക്കാൻ വേണ്ടി. ഈ സിങ്ക് എല്ലാം കണ്ടില്ലേ, ബേസിങ് എല്ലാം ക്ലീൻ ആക്കണം. റോഡ് പണിയെല്ലാം തകൃതിയായി നടന്നുകൊണ്ട് ടേബിളിൻ്റെ വീതി ഇതെല്ലാം മാറ്റണം. സ്വിച്ച് ബോർഡെല്ലാം കണ്ടല്ലോ, കണ്ട എല്ലാം ക്ലീൻ ആക്കിയിട്ട് പുതിയത് ആക്കി കൊടുക്കണം. ഇതിൻ്റെ ബാക്കിൽ നിന്നിട്ടാ കുറേ പൊടി ഉണ്ടായിരുന്നോ. അപ്പോൾ തുടങ്ങാം ഗായ്സ്, ഞങ്ങൾ പണി തുടങ്ങാൻ പോകുന്നുണ്ട്. അപ്പോൾ ഗായ്സ് നമ്മുടെ ഗ്ലാസ്സെല്ലാം നോക്ക് ഗായ്സ്. അപ്പോൾ ഞങ്ങൾ ഇതെല്ലാം സെറ്റാക്കും. നല്ല പ്രഷർ വാഷർ വെച്ചിട്ടുള്ള കഴുകാനുള്ള പ്ലാൻ ഗായ്സ്. ബണ്ണം പോലെ എടുക്കും ഗായ്സ്. നമ്മളെ സ്വിഗ്ഗിയായിട്ട് പണി തുടങ്ങി ഗായ്സ്. ഇതിട്ടൊക്കെ എന്തെങ്കിലും പറയണ്ട. ഇതൊന്ന് മൊത്തം ക്ലീൻ ആക്കിയിട്ട് വീഡിയോ എടുത്തിട്ടൊന്ന് കാണിച്ചു കൊടുക്കാം. അപ്പോൾ ആർക്കെങ്കിലും ഇങ്ങനെ ക്ലീൻ ആക്കി സർവീസ് ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങളെ വിളിക്കാം അല്ലേ. കാസർഗോഡ് മംഗലാപുരം പുത്തൂർ ഭാഗത്ത് ഞങ്ങൾ വരുന്നു. പയ്യന്നൂർ വരെ വന്നിനി, അതിനേക്കാൾ അപ്പുറം ഞങ്ങൾ വരാത്തൊന്നുമില്ല. നീ വരും.
നിങ്ങൾ പറയണ്ട ബെനിഫിറ്റ് കഴിഞ്ഞില്ലല്ലേ അതിൻ്റെ ഉള്ളിൽ നിന്ന് കാണിക്കണ്ടേ ചെയറെല്ലാം ക്ലീൻ ആക്കി ഇങ്ങനെ അട്ടി വെച്ചിട്ടുണ്ട്. അതിൻ്റെ അകം ഇപ്പോൾ കാണിക്കണം കഴിയാലോ മിക്സിക്കാൻ. ഞാൻ കുറച്ച് കാണിക്കട്ടെ ഈ ചെയറിനോട് ഒരു മിനിറ്റ് ഇങ്ങനെ കാണിക്കാമല്ലോ. ഫ്രിഡ്ജിലെ കണ്ടില്ല എങ്ങനെ ആയിരിക്കാം ഫ്രിഡ്ജിലെ കണ്ട എങ്ങനെ ഇതാ തുറന്നിട്ട് കാണിക്കാമെന്ന് കഴിയും. പക്ഷേ അതിലപ്പോൾ സാധനം ലോഡായി. ഇനിയിപ്പോൾ അപ്പുറത്ത് ഇതൊക്കെ ചെയ്യാം നോക്കണം. ഇതെല്ലാം എങ്ങനെ ഉണ്ടായിരുന്നു രാവിലെ നോക്കിയില്ലേ എൻ്റെ അമ്മ ഇതാ അതിൻ്റെ ആദ്യം കാണിച്ചത്. എങ്ങനെയുണ്ടോ രാവിലെ എങ്ങനെ ഉണ്ടായി? ഈ ടൈൽസിനെ കണ്ടുകൊണ്ടുണ്ടായില്ല. ചട്ടി പാത്രം എല്ലാം പഠിച്ചിട്ട് അങ്ങോട്ട് ഇത് വെച്ച് ഹോട്ടൽ പണിക്ക് ഈ ടേബിളെല്ലാം എങ്ങനെ ഉണ്ടായിരുന്നു രാവിലെ? ടൈൽസെല്ലാം കണ്ട ഈ ടൈൽസെല്ലാം നോക്കി എങ്ങനെയുണ്ട്? ആയിരം ആരോഗ്യം അത് ജീവിക്കുന്നത് 50 കൊല്ലം 40 കൊല്ലം. ഇതൊരു സാധനം മറന്നുപോയി ഗായ്സ് ക്ലീൻ ആക്കാൻ. ഷോക്ക് അടിക്കുന്ന ഗായ്സ് വേണ്ട ഗായ്സ് എത്ര മതി ഗായ്സ്. ഷോക്ക് അടിച്ച് ചാവ് ഗായ്സ്. ഷോക്ക് അടിക്കുന്ന അത് ഈ സാധനം രാവിലെ എങ്ങനെ ഉണ്ടായി? ഇതിലിപ്പോ ആൾക്കാർ ഇത് നോക്കൊന്നുമില്ലല്ലോ. ബോസ് നോക്കും ഇതിൻ്റെ അടിയല്ലോ നോക്കോ ഇല്ലല്ലോ. നമ്മൾ അതിന് ചെയ്യാൻ പാടില്ല. നല്ല വൃത്തി എന്ന് പറഞ്ഞെങ്കിൽ വൃത്തിയായിരിക്കണം. ഇടയ്ക്കിടയ്ക്ക് കുറച്ചെല്ലാം വിട്ടുപോകും. ക്ലീനിങ്ങിൻ്റെ പണി എന്ന് പറഞ്ഞാൽ എപ്പോഴും 100% ക്ലീനിങ് ആക്കിയിട്ട് പോകുന്ന ഒരാളോട് കഴിയണം. അല്ലോണ്ടിയാ കുറച്ചെല്ലാം ക്ഷമ വേണം. ഈ ഫ്രിഡ്ജൊക്കെ ഫുള്ളിലിങ്ങനെ കവറാക്കിയിട്ട് വെള്ളം അടിച്ചു മൊത്തം. കബോർഡെല്ലാം കണ്ട ഗ്ലാസ് എല്ലാം ക്ലീൻ ആക്കിയിട്ട് ഇങ്ങനെ വെച്ചതാ. ഫാന് കാണിച്ചിട്ടാ മറന്നുപോയി. ഗ്ലാസ് എല്ലാം അങ്ങനെ അടിപൊളിയല്ലേ, ക്ലീൻ ആയില്ലേ? നീ ഹോട്ടലൊക്കെ നല്ല കച്ചവടം കൂടി കിട്ടിയാൽ മതി. ഹൈവേയിൽ വന്നതുകൊണ്ട് കച്ചവടം ഇത്ര ഉണ്ടാവില്ല എന്ന് പറയുന്നത് കേട്ടെ. എന്തായാലും നല്ല പച്ചക്കറി ഭക്ഷണം ആഗ്രഹിക്കുന്നവർക്ക് ഇങ്ങോട്ട് വരാം. വിദ്യാനഗറിന് കുറച്ച് ഇപ്പുറം ഹൈവേ സൈഡ് തന്നെ. അതായത് സർവീസ് റോഡിൽ വരണം. NH വന്നാൽ കിട്ടാലോ ഇനി അല്ലേ? സർവീസ് റോഡിൽ വന്നെങ്കിൽ വിദ്യാനഗറിൽ നിന്ന് ഏടുന്ന് സർവീസ് റോഡിൽ കയറുന്നത് അണങ്കൂർന്ന് കയറേണ്ടി വരും. കാസർഗോഡ് നിന്ന് വരുമ്പോൾ അണങ്കൂർന്ന് സർവീസ് റോഡിൽ കയറേണ്ടി വരും ഈ ഹോട്ടൽ കിട്ടണമെങ്കിൽ. അതേപോലെ ചെറുക്കത്ത് ഇങ്ങോട്ട് കാസർഗോഡ് വരുമ്പോൾ BC റോഡിൽ നിന്ന് സർവീസ് റോഡിലോട്ട് കയറിയെങ്കിൽ ഈ ഹോട്ടലിൽ കിട്ടും. അപ്പോൾ നല്ല ഭക്ഷണം ആഗ്രഹിക്കുന്നവർക്ക് ഇങ്ങോട്ട് വരാം. നല്ല ശുദ്ധമായിട്ട് ക്ലീനായിട്ട്
ഇവർക്ക് നല്ല കുറേ വർഷത്തെ ഹോട്ടലിൽ പാരമ്പര്യമുള്ള ആൾക്കാർ. കേരളത്തിൽ ഇവർക്കൊരു ഹോട്ടലുണ്ട് കുറേ വർഷമായി, ഭഗവതി ഹോട്ടൽ. ഇത് ഹോട്ടലിൻ്റെ പേര് പറഞ്ഞു, അന്നപൂർണ ഹോട്ടൽ. ഹോട്ടലിൻ്റെ ഉടമസ്ഥ ഒന്നേ പറഞ്ഞിട്ട് മൊത്തം ക്ലീനാണോ, ക്ലീനിൽ കോംപ്രമൈസ് ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഭക്ഷണത്തിൽ അതേപോലെ നല്ല ക്ലീനായിട്ട് നല്ല ഇതായിട്ട് തരുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷ. ആളെ കാണുമ്പോൾ നല്ല വൃത്തി കാണുന്നുണ്ട്. കേരളത്തിൽ നല്ല 20 വർഷമായി നടക്കുന്നൊരു ഹോട്ടലുണ്ട്, ഭഗവതി ഹോട്ടൽ. ഇന്നും നല്ല വിജയകരമായി നടക്കുന്നുണ്ട്. ഓരോ തന്നെ ഈ ഹോട്ടൽ അന്നപൂർണ. ശ്രദ്ധിക്കണ്ട. വാഹിദ കിച്ചൺ, ഇതിൻ്റെ പേര് മാറ്റും. രാത്രിയായി പണി കഴിയുമ്പോൾ. പോവല്ലോ നീ.